ഗൈസ് പ്രത്യേകത ഒരു സ്ഥലമാണ് ഗൈസ് നമ്മിപ്പോൾ ഉള്ളത്. ബാൻഡ് മിക്കാഡോസിന്റെ പാട്ട് വന്നിട്ടുണ്ട്. നോക്ക് ഗൈസ്, എന്തെല്ലാം കാണുന്നുണ്ട്. മലയാളം വായിക്കാറ്, അതുകൊണ്ട് മലയാളത്തിന് ഇതിനെന്തെന്ന് അറിയുന്നില്ല, പക്ഷെ കാണാനൊരു വൈബുണ്ട്. ഐഡിയോളജിക്കൽ ഫോട്ടോസ്. ഷാമിലെ അന്തരീക്ഷം എന്ത് പറയുന്നു ഷാമിലെ? ആ എന്ത് പറയുന്നു? എന്ത് വൈബ് തോന്നുന്നു? കറക്റ്റ് ഈ ഓരോരോ കാര്യത്തിനും ഓരോ മീനിങ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ടുള്ള കുറെ വേർഡ്സ് ഞാൻ അറിയിക്കുന്നുണ്ട്. ഈ ബിസ്ക്കറ്റിന് ചെയറിന് സിഗരറ്റ് ഇത് ഫ്രണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിഗരറ്റിങ്ങനെ ബെൽക്കും പോലെ ആൾക്കാർ മരിച്ചോണ്ട് പോകും. മീനിങ് അങ്ങനെയാണ് വരുന്നത്. ഇത് ഹുബ് ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ ആളുകളും ഒരാളോട് ഞാൻ പറയുന്നു ഒന്ന് എണ്ണുക. അയാൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന ബാൻഡിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഒരു ബാൻഡ് ടീം എത്തിയിട്ടുണ്ട് ഇന്ന് ഇവിടെ. അതിൽപ്പെട്ടൊരു വ്യക്തിയാണ് ഷാമിൽ. കാഞ്ഞങ്ങാടിൽ നിന്നും എത്തിയൊരു വ്യക്തിയാണ്. MIC കോളേജിലെ സ്റ്റുഡന്റ് ആണ്. അപ്പോ ഒരു പാട്ട് പാടാൻ വേണ്ടി ഷാമിലിനെ വേദിയിലേക്ക് ക്ഷണിച്ചു. शाम का साधु अली का दुलारा. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഡിഗ്രി ലൈഫിലെ എൻ്റെ ആദ്യത്തെ സെമസ്റ്ററിൽ എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു. അതൊരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സപ്ലി ആയിരുന്നു. ഞാൻ തളർത്തി. പക്ഷെ പിന്നീട് ഒരിക്കലും ആ സപ്ലി ഉണ്ടാവരുതെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. പിന്നീട് ഞാൻ 25ഓളം സബ്ജക്ട് എഴുതി. ചിലതില് ഫെയിലിന്റെ വക്കത്തേക്ക് എത്തിയിട്ടുണ്ട്, ചിലതിൽ പാസ്സായിട്ടുണ്ട്. അൽഹംദുലില്ലാ പിന്നീട് ഒരു സബ്ജക്റ്റിലും എനിക്ക് സപ്ലി ഉണ്ടായിട്ടില്ല. ഡിഗ്രി പാസ്സായി. പിന്നീട് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിൽ തന്നെ ബിരുദാനന്ദ ബിരുദവും കരസ്ഥമാക്കി. ഇന്ന് ഞാൻ അന്ന് സപ്ലൈ ചെയ്യാം. ഞാനൊരു സംഭവമാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന്. കോളേജ് ലൈഫിൽ ഒരു സപ്ലൈ ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് ചിലപ്പോ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടാകും, ബലഹീനതകൾ കൊണ്ടാകും. പക്ഷെ അതൊരിക്കലും എന്താണ് നമുക്ക് തിരിച്ചു വരാൻ. तू ही अपना पराया और कुछ ना जानू, बस इतना है जानू. दिखता है यारा मैं क्या करूं, तुझमें रब दिखता है यारा मैं क्या करूं. നേരത്തെ ഷാഹിദ് ഈ വിശേഷണങ്ങൾ കുറെ പൊലിപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ആ വിശേഷണങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾക്കറിയാം, നമ്മളൊരു അഭയം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഡയാലിസ് സെന്റർ അല്ലേ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഡയാലിസ് സെന്റർ നമ്മൾ ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ കുറച്ച് സ്റ്റുഡൻസ് ഒരുമിച്ച് കൂടി പാട്ട് പാടി ഒരു ബാൻഡ് ആയതാണ്. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഫ്രഷേഴ്സ് ഡേ ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പാടാന്ന് വിചാരിച്ചു. അത് നടന്നില്ല. പിന്നെ ഒരു യൂണിയൻ ഡേ വന്നു. യൂണിയൻ ഡേയിൽ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പാടി. കയറോളം നെഗറ്റീവ് അടിച്ച് കയറിയതാണ്. പക്ഷെ കയറിയതിന് ശേഷം കോളേജിൽ നിന്ന് നല്ല റെസ്പോൺസ്, ഓഡിയൻസിന്റെ റെസ്പോൺസും ടീച്ചേഴ്സ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഉണ്ടായൊരു ബാൻഡാണ്. അതിനുശേഷം പിന്നെ വരുന്നത് ഈ ഒരു വേദിയിലേക്കാണ്. ഈ ആദ്യമായി പറയുന്നത് ഇവിടെ ഒരു പൂന്തോട്ടം പ്രതീക്ഷിച്ച് വന്ന് പൂവ് പ്രതീക്ഷിച്ച് പൂന്തോട്ടം തന്നെ ഒരുക്കി തന്നതാണ് ഈ പറവാട്ടിൽ. ആദ്യമായി കൺഗ്രാറ്റ്സും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്താന്ന് വെച്ചാൽ കാസർഗോഡ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇത് ഇവിടെ നമ്മളെ നാട്ടിലുള്ള പ്രോഗ്രാം പോലല്ല, ഇത് വേറെ ഏതോ നാട്ടിലുള്ള പ്രോഗ്രാം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാസർഗോഡ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ പറവ ടീമിന് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഞങ്ങൾ വലിയ പാട്ടാരെന്നല്ല, ജസ്റ്റ് ഒന്ന് ആ തിരുദൂത
മുല്ല മണം വീശും കാറ്റേ നിന്റെ വിസിലിന്റെ കഥ പറഞ്ഞാട്ടേ മുഖമത്തെ സുലൈഖപ്പൂ ബീവി പണ്ട് മുഹമ്മദാലിൽ തിരി തൂവി സുറായ് കൽബിൽ കൊങ്കണി ആഹാ സുറായ് കൽബിൽ കൊങ്കണി ആഹാ സുറാ 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 എൻ കൽബിലുള്ളൊരു പെണ്ണാണ് മുഞ്ചുള്ള മുഖമുള്ള സുഹറ എൻ കിലാവിലുള്ളൊരു പെണ്ണാണ് കൈവശി കണ്ണുള്ള കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണേ കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണേ അവൾ നാണമുള്ളൊരു പെണ്ണേ അവൾ മിന്നും പെണ്ണും കണ്ട് കൊതിച്ച മിന്നും മലരും കണ്ടു നടന്ന കോടി കോടി താടി വളർത്തി കയറൂരി പായും വെള്ളം പയർത്തി കൂന്താലി കൂന്താലി കൂന്താലിപ്പുഴയൊരു വമ്പത്തി കസവിന്റെ തട്ടിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പെണ്ണിന്റെ കലുസുമെത്തിയ കുഞ്ചത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി അവളൊരുത്തി പാൽമഴക്കും കവിളൊരുത്തി അവരുത്തി അവളൊരുത്തി പാൽമഴക്കും കവിളൊരുത്തി ഒരുത്തി അന്നത്തെ പിരിഞ്ഞ നേരത്ത് പൊഴിഞ്ഞതൊക്കെയും വാഴില കരഞ്ഞു ജീവിച്ച കനവിനൊക്കെയും സാഗര ഒരുത്തി അവളൊരുത്തി പാൽമഴക്കും കവിളൊരുത്തി ഒരുത്തി അവളൊരുത്തി പാൽമഴക്കും കവിളൊരുത്തി. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പം സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ മിക്കാഡോസ് ബാൻഡ് മെമ്പേഴ്സിന്. അപ്പൊ ഇനിയും ഒരുപാട് ഉയർച്ചകളിലേക്ക് ഈ ഒരു ബാൻഡ് എത്തിപ്പെടട്ടെ. അതിനുള്ള എല്ലാ സഹായവും ഏത് രീതിയിലാണോ ഞങ്ങളുടെ ഭാഗത്തു നിന്നും സഹായിക്കാൻ പറ്റുക ആ രീതിയിലൊക്കെ നമ്മൾ സഹായിക്കും. ഇനിയുള്ള മുമ്പിൽ ഒരുപാട് പരിപാടിയിലേക്ക് പോകണം, ഇതുപോലുള്ള പരിപാടികൾ അറ്റൻഡ് ചെയ്യണം, കോളേജ് പരിപാടികളിലേക്ക് പോകണം. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി എത്തിക്കാൻ പറ്റുന്നതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യും, എത്തിച്ചു തരും. സെറ്റ് ആവണം. നമുക്കൊരു ടീം സെറ്റ് ചെയ്തെടുക്കണം കാസർഗോഡ് നിന്ന്. ഇൻഷാ അല്ലാഹ്.